പലസ്തീനികൾക്ക് നിലവിളിക്കാൻ അറിയില്ല. അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊലവിളികൾ മാത്രമാണ്. ചരിത്രത്തിലുടനീളം ഏറ്റവും അധികം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു ജനതയാണ് പലസ്തീനികൾ എന്ന്. അത് ഹമാസ് ആണോ, അത് പലസ്തീനിയൻ അതോറിറ്റിയുടെ കീഴിലുള്ള ആൾക്കാരാണോ എന്നുള്ള വ്യത്യാസമല്ല. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു 5 വർഷം മുമ്പ് ഗാസയിൽ നിന്ന് ഒരാൾ, ഞാൻ കെയ്റോയിൽ എൻ്റെ ഒരു സന്ദർശനത്തിന് സമയത്ത് ഞാൻ പരിചയപ്പെട്ട ഒരു പലസ്തീനിയൻ അഭയാർത്ഥി, ഈജിപ്തിൽ വർക്ക് ചെയ്യുന്ന ഒരു അഭയാർത്ഥി ഞാൻ കാണുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞങ്ങൾ പലസ്തീനികൾ മരിക്കുകയല്ല, ഞങ്ങൾ മരിക്കും എന്ന് പറയാറില്ല, ഞങ്ങൾ കൊല്ലപ്പെടുക എന്നാണ് പറയുന്നത്. അത് എന്നാണ്, എവിടെ വെച്ചാണെന്നുള്ളത് മാത്രമുള്ള വ്യത്യാസമുള്ളൂ. അത് ഞാനത് ഒരു പലസ്തീനിയൻ അഭയാർത്ഥി ആയി ഈജിപ്തിൽ വന്ന് താമസിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ കൊല്ലപ്പെടുന്നത് ഈജിപ്തിലെ അൽ സിസിയുടെ മിലിറ്ററി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ആക്രമണത്തിലാണോ അതോ ഇസ്രയേലി ഭരണകൂടത്തിൻ്റെ ആണോ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഇത് കാണിക്കുന്നത്, ഇത് കൊല്ലപ്പെടുന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ കൊല്ലപ്പെടാൻ തയ്യാറായി നിൽക്കുന്നൊരു ജനതയാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 15 മാസത്തെ അതിശക്തമായ ആക്രമണങ്ങൾക്ക് ശേഷവും ഒരു 23 ലക്ഷം ജനങ്ങളിൽ നിന്നും എത്രയോ ആൾക്കാർ കൊല്ലപ്പെട്ടു. നമുക്ക് ഒരു UN കണക്കനുസരിച്ച് 47 അല്ലെങ്കിൽ 48,000, യഥാർത്ഥത്തിൽ അതല്ല കണക്ക്. ഇത് പലസ്തീനിയൻ അവിടുത്തെ ഹമാസ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് പുറത്തുവിടുന്ന കണക്കാണ്. യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടത് 1 ലക്ഷത്തിന് മുകളിലാണെന്നാണ് പറയുന്നത്. ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കണക്ക് പറയുന്നില്ല. കാരണം ഈ ആക്രമിക്കപ്പെട്ടവർക്ക് ആശുപത്രി സഹായങ്ങളില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കണക്ക് വേറെയാണ്. വാസ്തവത്തിൽ ഈ കണക്ക് പുസ്തകം ഇപ്പോൾ നമുക്കൊരു പ്രസക്തി ഇല്ലാതായി മാറിയൊരു കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ സിസി ചോദിച്ചൊരു ചോദ്യം, ഇതിൻ്റെ തുടക്കം ഹമാസിൻ്റെ ക്രൂരമായ ആക്രമണമല്ലേ എന്നുള്ളത്. ഒക്ടോബർ 7-ന് എൻ്റെ ഒരു ചോദ്യമല്ല, നമ്മളിപ്പോൾ ഒരു എല്ലായിടത്തുമുള്ള ഒരു ചർച്ച അതാണ്. ഒക്ടോബർ 7-ന് ഞാൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു കുറിപ്പ് ഞാൻ എഴുതിയത് ഇത്രയേ ഉള്ളൂ. ഹമാസ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണിത്. ഇതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് പലസ്തീൻ ജനതയായിരിക്കും. ഞാൻ അന്നത്തെ കണക്കിൽ ഞാൻ പറഞ്ഞത്, എൻ്റെ എക്സിലുള്ള പോസ്റ്റ് എടുത്തു നോക്കിയാൽ അറിയാം, മിനിമം 1 ലക്ഷം പേരെങ്കിലും നിങ്ങൾ കുരുതി കൊടുക്കുന്നതിന് തുല്യമായൊരു കാര്യത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. കാരണം ഇസ്രയേലി ഭരണകൂടം എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ സൈനിക സന്നാഹമുള്ള ഒരു ഭരണകൂടമാണ്. ആ ഭരണകൂടത്തെ നേരിടാനുള്ള ശക്തിയുള്ള ഒരു സംഘടന അല്ല ഹമാസ് എന്ന് പറയുന്നത്. എന്നാൽ ഹമാസ് എന്ന് പറയുന്ന സംഘടന രൂപപ്പെടുന്നത് തന്നെ ഇസ്രയേലിൻ്റെയും കൂടെ ഒത്താശയോടു കൂടിയാണെന്നുള്ളൊരു ചരിത്രം നമുക്കറിയാം. PLOയെ തളർത്താൻ വേണ്ടി വളർത്തിയെടുത്തൊരു സംഘടനയായി കൂടെ ആയിരുന്നു ഹമാസ്. അപ്പോൾ ഇത്തരം ഏജൻസികളുടെ റോളിനെ സംബന്ധിച്ച് നമുക്ക് ആശയക്കുഴപ്പമുണ്ടാവും. ഇത് ഭീകര സംഘടനയാണോ, യഥാർത്ഥ പ്രതിനിധിയാണോ? പക്ഷെ ഗാസയിൽ ഒരു ഭരണകൂടമായി പ്രവർത്തിക്കുന്നവരാണ്. ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം 2006 മുതൽ ഗാസയുടെ ഭരണം കൈയാടുന്ന ഒരു ഗവൺമെൻറ്റൽ അതോറിറ്റിയാണ്. അതിന് അംഗീകാരമുണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. പക്ഷേ ആ ഏജൻസിയുമായിട്ട് നമ്മൾ സമ്മതിക്കുമ്പോൾ ആ ഏജൻസിക്ക് ഒരു കാരണവശാലും ഇസ്രായേലിനകത്ത് പോയി ക്രൂരത നടത്താൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ബേസിക്കലി. കാരണം ലോകത്തിലെ ഏറ്റവും അധികം അരക്ഷിതരായിരിക്കുന്ന ഒരു സമൂഹം ജൂതരാണ്. നമ്മൾ ആദ്യം ഈ ഒരു ഇസ്രായേലി സ്റ്റേറ്റിനെ കുറിച്ച് വിചാരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ വരുന്നത് ഇത്രയും ശക്തമായ സന്നിധാനമുള്ള ഒരു ഭരണകൂടം ഉള്ളപ്പോൾ എന്തിനാണ് ജൂതർ ഭയക്കുന്നത്? അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ജൂത ജനത ഒരു അരക്ഷിത ബോധം 948 മുതൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇസ്രായേലി ഭരണകൂടമാണ്. ആ അരക്ഷിതാവസ്ഥയിൽ നിന്നും അവരെ രക്ഷിക്കാൻ ഇന്ന് ആർക്കും കഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പലസ്തീനികളുടെ ചരിത്രം അങ്ങനെ അല്ല. പലസ്തീനികൾക്ക് വാഗ്ദത്ത ഭൂമിയായി കൊടുത്തത് അല്ലല്ലോ. അവർ ചരിത്രപരമായി ജീവിച്ചൊരു ഭൂമിയല്ലേ. അതിനെ ഐക്യരാഷ്ട്രസഭ വെട്ടിമുറിച്ചതല്ലേ. വെട്ടിമുറിക്കുമ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതാകുന്നില്ലല്ലോ. പക്ഷെ അത് ആരാ ഇല്ലാതാക്കിയത്?
ആ ഇല്ലാതാക്കിയ ഒരു ഇസ്രയേലി ഭരണകൂടത്തിൻ്റെ നിരവധി യുദ്ധങ്ങളിലൂടെയുള്ള ആധിപത്യവും അധിനിവേശവും ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളും അരക്ഷിതാവസ്ഥയും ഒരു ജനതയെ വല്ലാണ്ട് രാഷ്ട്രീയവൽക്കരിച്ച ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് അത് PLOയുടെ നേതൃത്വത്തിലായിക്കൊള്ളട്ടെ, അൽ ഫത്താഹിൻ്റെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഹമാസിൻ്റെ ആയിക്കൊള്ളട്ടെ, അവർ കാലാകാലങ്ങളിൽ ഈ ഏജൻസികൾ ആശ്രയിക്കേണ്ടി വരുന്നത് അവരുടെ ഒരു വല്ലാത്ത ഒരു തരം എന്താ പറയുക ഒരു നിസ്സഹായതയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ പറയുന്ന ഒരു ചെറിയ ശതമാനം ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിന് അപ്പുറത്തേക്കുള്ള ജനതയുടെ രാഷ്ട്രീയ വികാരം അതിശക്തമാണ്. അത് ഒരു ദിവസത്തെ ഒരു ട്രംപിൻ്റെ പ്രസ്താവന കൊണ്ട് നശിക്കുന്നതുമല്ല. ഈ ഏറ്റെടുക്കും, ഞങ്ങൾ ഗാസയെ ഏറ്റെടുക്കുമെന്നുള്ള ട്രംപിൻ്റെ പ്രസ്താവനയെ രാഷ്ട്രീയമായി നെഞ്ചോടെ ചേർത്തവരാണ് അവർ, ഈ പലസ്തീനികൾ. അത് ഹമാസ, ഈ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ പലസ്തീനിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും ഹമാസാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ. PLOയുടെയും ഹമാസിൻ്റെയും നേതൃത്വത്തിലുണ്ടായിരിക്കുന്ന അപജയങ്ങൾ, കാലാകാലങ്ങളിലുണ്ടായ അപജയങ്ങളെല്ലാം മനസ്സിലാക്കിയൊരു ജനതയാണ് അവർ. കാലാകാലങ്ങളിൽ ആ ജനത ഈ ഏജൻസികളോട് കാണിച്ചിരിക്കുന്ന വിധേയത്വവും അതേമാതിരിയുള്ള വളരെ സസ്പിഷ്യസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും ഉള്ളത് കൊണ്ടാണല്ലോ ഇന്തിഫാദകൾ ഉണ്ടായത്. ഇന്തിഫാദകൾ ഉണ്ടാകുന്നത് നേതൃത്വത്തോടുള്ള വെല്ലുവിളിയും കൂടെയാണ്. അത് ഇസ്രായേലിനോടുള്ള മാത്രം ഒരു കലാപമല്ല, സ്വന്തം ഏജൻസികളോടുള്ള ഒരു ചോദ്യം ചെയ്യൽ കൂടെയാണ് ഇന്തിഫാദ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജനതയോട് നമ്മൾ കലാപം ആസൂത്രണം ചെയ്യുന്ന യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ ഹമാസ് ചെയ്തത് തന്ത്രപരമായൊരു തെറ്റാണ്. അതിൻ്റെ കാരണം അബ്രഹാം ഉടമ്പടികളിലൂടെ സ്വന്തം ജനതയെ ഒറ്റുകൊടുത്ത ഭരണകൂടങ്ങളായി ഈ രാജ്യങ്ങളെയെല്ലാം UAEയെയും ബഹ്റൈനെയും സുഡാനെയും എല്ലാം കാണുമ്പോൾ അതിൽ നിന്നും മാറി ജനതയെ ചിന്തിപ്പിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഹമാസ് ഇതിനെ കണ്ടത്. അത് അപകടം പിടിച്ചൊരു വഴിയായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക തിക്താനുഭവങ്ങൾ ഏറേണ്ടി വരുന്നത് ഈ പാവപ്പെട്ട ജനതയാണ്.